ഇന്ന് ഇന്നായിരുന്നു ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം T20. ഇന്നിതാ ഇന്ത്യ കളി തോറ്റിരിക്കുകയാണ്. ആരും തന്നെ പ്രതീക്ഷിച്ചില്ല ഇന്ത്യ ഇങ്ങനെ കളി തോക്കുമെന്ന്. ടീമിൽ ആരും തന്നെ ഫോമായില്ല. ഔഷധി ശർമ്മ മാത്രമാണ് ഒന്ന് പൊരുതി നോക്കിയത്. ഇന്ത്യൻ താരങ്ങൾ ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നിട്ട് പോലും ഇന്ത്യ കളി തോറ്റിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കളീനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സുഷ്മങ്കിലും ഔഷധി ശർമ്മ തന്നെയാണ് ഇന്നും ഓപ്പണിംഗ് ചെയ്തത്. സഞ്ജുവിനെ ഓപ്പണിംഗ് ഇറക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ സഞ്ജുവിനെ ഓപ്പണിംഗ് ഇറക്കില്ല. ശുഭ്മാൻ ആവട്ടെ വന്നത് സ്പീഡിൽ പോവുകയും ചെയ്തു. 5 റണ്ണെടുത്ത് ശുഭ്മാൻ ഗില്ല് പുറത്തായി. T20 പ്ലെയറില്ലെന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് മലയാളി വിക്കറ്റ് കീപ്പറായ സഞ്ജു സാംസണാണ് 1 ഡൗൺ ആയിട്ട് ഇറങ്ങിയത്. സഞ്ജു ആവട്ടെ 2 റണ്ണെടുത്ത് LB ആയിട്ട് മടങ്ങി. ഒരു ഭാഗത്ത് വിക്കറ്റ് പൊഴിയുമ്പോഴും മറുഭാഗത്ത് ഔഷധി ശർമ്മ അടിച്ചു കളിക്കുന്നുണ്ടായിരുന്നു. 8 4ഉം 3 6ഉമാണ് ഔഷധി ശർമ്മ അടിച്ചു കൂട്ടിയത്. 68 റണ്ണ് എടുക്കുകയും ചെയ്തു. ഔഷധി ശർമ്മയ്ക്ക് ആരെങ്കിലും ചെറിയ സപ്പോർട്ട് കൊടുത്തെങ്കിൽ ഒരു പക്ഷേ ഇന്ന് കളി ഇന്ത്യയുടെ കയ്യിലിരുന്നേനെ. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റന് വന്നതും പോയതും വേഗത്തിലായിരുന്നു. 1 റണ്ണ് മാത്രമായിരുന്നു സൂര്യകുമാർ യാദവ് എടുത്തത്. പിന്നീട് വന്ന തിലകവർമ്മയ്ക്ക് റണ്ണൊന്നും നേടാൻ കഴിഞ്ഞില്ല. ഫസ്റ്റ് ബോളിൽ തന്നെ ഗോൾഡൻ ഡക്കായിട്ട് പുറത്തായി. പിന്നീട് അല്പമെങ്കിലും ഔഷധി ശർമ്മയ്ക്ക് സപ്പോർട്ട് കൊടുത്തത് ഹർഷീഷ് റാനയാണ്. 35 റൺസ് എടുക്കുകയും ചെയ്തു. ഗൗതം ഗംഭീറിന്റെ ചില തീരുമാനങ്ങളാണ് ഇന്ന് കളി തോൽപ്പിക്കാൻ പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ക്രിക്കറ്റ് നിരീക്ഷകർ. 18.3 ഓവറിൽ ഓൾ ഔട്ട് ആവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 125 റൺസാണ് ലക്ഷ്യം കൊടുത്തത് ഇന്ത്യ എടുത്തത്. 126 ഓസ്ട്രേലിയക്ക് ഒരു ചെറിയ ലക്ഷ്യമാണ്. ഓസ്ട്രേലിയയിൽ നിന്നും അനായാസം അവർ ലക്ഷ്യത്തിലെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഹർഷീഷ് റാന ആവട്ടെ 2 ഓവറിൽ നിന്ന് 23 റണ്ണ് വിട്ടെടുത്തു. ചക്രവർത്തി 2 വിക്കറ്റ്, അതുപോലെ ബുംറ 2 വിക്കറ്റ്, കുൽദീപ് 1 വിക്കറ്റ് എന്നിവരാണ് വിക്കറ്റ് എടുത്തത്. 4 വിക്കറ്റിൻ്റെ ജയം. 42 പന്ത് ബാക്കിയെടുത്ത് ഇന്ത്യ ജയിച്ചു. ഓസ്ട്രേലിയ 1-0 മുന്നിലെത്തി. ഇനി അടുത്ത കളി ഞായറാഴ്ചയാണ്. പിന്നെ നാണം കെട്ട തോൽവിയാണ് തോറ്റതെന്ന് പറയേണ്ടി വരും. ഏകദിന പരമ്പര ഓസ്ട്രേലിയ 2-1 കൈലാക്കി. ഇങ്ങനെ പോവുകയാണെങ്കിൽ T20 പരമ്പരയോ ഇനി നഷ്ടമാകും. ആദ്യത്തെ മത്സരം മഴ കാരണം ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന്. ഇന്നത്തെ T20 ഇനി തോറ്റു. ഈ 3ാമത്തെ T20 ഞായറാഴ്ചയാണ്. ഇനി ബാക്കിയുള്ള 3 T20 ഇനി തിരിച്ചു വരാൻ ഇനി അവസരമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഇങ്ങനത്തെ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും. നന്ദി, നമസ്കാരം.